is a free bus travel for all women in KSRTC buses. ആദ്യത്തെ ഗ്യാരണ്ടി കേരളത്തിലെ KSRTC വാഹനങ്ങളിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം തീർത്തും സൗജന്യമായ നിരക്കിൽ സ്ത്രീകൾക്ക് ഏർപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. കേരളത്തിലെ KSRTC കഴിഞ്ഞ 10 വർഷമായിട്ട് 12,000 കോടി രൂപ സർക്കാർ ധനസഹായം നൽകിയാണ് പതുക്കെ ഇപ്പൊരു ബ്രേക്ക് ഇവനിലേക്ക്. അക്യുമുലേറ്റഡ് ലോസ് ഒക്കെ അവിടെ കിടക്കുന്നു, വരവും ചെലവ് ഒപ്പിച്ചു പോകുന്ന നിലയിലേക്ക് എത്തുന്നു. ഇതല്ലേ യാഥാർത്ഥ്യം? അവിടെ എങ്ങനെയാണ് പാതി ആളുകൾ യാത്രക്കാര് ഫ്രീ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കോർപ്പറേഷന്റെ ഗതി എന്താവും? അതല്ലെങ്കിൽ സർക്കാർ മുഴുവൻ പണം കൊടുക്കാൻ തയ്യാറാവണം. UDF ഭരണകാലത്തെ ട്രാൻസ്പോർട്ട് മന്ത്രിയായിട്ടുള്ള ആര്യാടൻ മുഹമ്മദ് പറഞ്ഞത് എല്ലാവരിൽ നിന്നും പണം വാങ്ങിയിട്ടും അത് നടത്താൻ അവർക്ക് സാധിക്കുന്നില്ല, അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് KSRTC. അവിടെ നിന്നാണ് ഇത്രയും കൊണ്ടുവന്നത്. അത് ചെറിയ പരിപാടിയല്ല. വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം. സാധാരണ റൂട്ട് വിട്ടിട്ടുള്ള സ്പെഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടി വണ്ടി കൊടുക്കുന്നു, ടിക്കറ്റേതര വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഏർപ്പാട് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്തൊരു 13 കോടിയിലേക്ക് എത്തിച്ചിരിക്കുക. അപ്പോഴാണ് പാതി പേരുടെ ഈ ടിക്കറ്റ് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KSRTCയുടെ ഗതി എന്തായിത്തീരുമെന്ന്. അപ്പൊ ഉണ്ടാവാൻ പണച്ചു കഴിഞ്ഞാൽ ഇപ്പൊ KSRTCയുടെ വലിയ സാന്നിധ്യം കേരളത്തിലുണ്ട്. ഫലത്തിലെ സാന്നിധ്യം കുറയാൻ പോയ കാരണം ഇത് ഓടിക്കാൻ കഴിയില്ല, നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല. ഗണേഷ് കുമാർ ആണ് ഏറ്റവും ഭംഗിയായിട്ട് പറഞ്ഞത്, അയാളുടെ എക്സാസ്പിറേഷൻ. കാരണം ഇത് ഇവിടം വരെ ഒന്ന് എത്തിച്ചു കഴിഞ്ഞപ്പോഴാണത് പാതി ടിക്കറ്റ് വേണ്ട എന്ന് വെക്കാൻ പോണത്. KSRTCയുടെ മരണമായിരിക്കും കേട്ടോ.